മുറിവേറ്റ സംഘപരിവാരം വെറുതെ ഇരിക്കില്ല. ഇപ്പോൾ ആരംഭിച്ച വേട്ട അവർ തുടരും. പകയോടെ കുട്ടികളെ കശക്കും. അവരുടെ ജനസ് അതാണ്. സമരഭൂമിയിൽ ഭക്ഷണം വിളമ്പാനെത്തിയ ജുനൈദിനെ ഭരണകൂടം ചെയ്തത് ഓർക്കുക. പക്ഷേ ഒന്നുണ്ട്, ഐതിഹാസികമായ മുന്നേറ്റം ഇന്ത്യൻ ജനാധിപത്യത്തെ പുനരുജ്ജീവിപ്പിച്ച ഒന്നാണ്, വെളിച്ചം നൽകിയ ഒന്നാണ്. അത് കെടാതെ സൂക്ഷിക്കാൻ നമുക്ക് ചരിത്രപരമായ ബാധ്യതയുണ്ട്. അറിഞ്ഞോ, മോദി പേടിയുടെ കാലം കഴിഞ്ഞു. നിസാര അപ്ഡേറ്റ്. കെ ജോഷി എഴുതുന്നു. പ്രധാനമന്ത്രി എന്താ ദൈവമാണോ? ജനങ്ങൾക്ക് അയാളെ വിമർശിക്കാൻ പാടില്ലേ? ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. പ്രധാനമന്ത്രി ദൈവമൊന്നുമല്ല. സർക്കാരിനെ വിമർശിക്കുന്നതും പരിഹസിക്കുന്നതുമൊക്കെ ജനാധിപത്യത്തിലെ വളരെ സാധാരണമായ കാര്യങ്ങളാണ്. വിയോജിപ്പുകളെയും ചോദ്യങ്ങളെയും സൈബർ അടിച്ചമർത്തലുകൾ വഴി നിശബ്ദമാക്കാൻ സാധിക്കില്ല. ജനങ്ങളുടെ ന്യായമായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് പകരം ചോദ്യം ചോദിക്കുന്നവരെയും ട്രോളുകൾ ഉണ്ടാക്കുന്നവരെയും വേട്ടയാടാനാണ് ഭരണകൂടവും പോലീസും ശ്രമിക്കുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടി എന്ന സംവിധാനത്തിന്റെ പാർട്ടി, സംഘടന, പ്രസ്ഥാനം തുടങ്ങിയ പദങ്ങൾ മനഃപൂർവ്വം ഒഴിവാക്കുന്നു. വക്താവ് സൗരവ് ദാസിന്റെ വാക്കുകളാണ്. ചൂണ്ടുവിരലിന്റെ മുഖവാചകവും ഇതാണ്. എന്താണ് CJP പ്രക്ഷോഭത്തിന്റെ ബാക്കിപത്രം? CJP തുടങ്ങിവെക്കുകയും അതിശക്തമായി വിജയിക്കുകയും ചെയ്ത സമരത്തിന്റെ അനുരണനങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിൽ എങ്ങനെയൊക്കെയാവും ഇനി ദൃശ്യപ്പെടുക? ഒരു സംവിധാനം എന്ന നിലയിൽ CJP ഇനി എന്തായി തീരും തുടങ്ങിയ ചില ചോദ്യങ്ങളെയാണ് നമ്മളിപ്പോൾ അഭിമുഖീകരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം അതിപ്രധാനമാണ്. എന്താണ് CJP നേതൃത്വം നൽകിയ പ്രക്ഷോഭത്തിന്റെ ബാക്കിപത്രം? അതിന്റെ ആദ്യത്തെ ഉത്തരമാണ് നിങ്ങൾ തുടക്കത്തിൽ വായിച്ച വാചകങ്ങൾ. സൗരവ് ദാസിൽ നിന്ന് പുറപ്പെട്ട ലളിതമാണ്, പക്ഷേ അതീവ ഗൗരവമുള്ളതാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിലേക്ക് ഒരു വ്യാഴവട്ടത്തിനപ്പുറം നിർഭയ വിമർശനം തിരിച്ചു വന്നിരിക്കുന്നു. ആയിരക്കണക്കിന് സൗരവ് ദാസുമാർ ആ വിമർശനം സധൈര്യം ഉയർത്തിയിരിക്കുന്നു. തെറ്റുപറ്റാത്ത മഹാരൂപം എന്ന നിർമ്മിതി പ്രതിച്ഛായ നരേന്ദ്രമോദിയിൽ നിന്ന് തെറിച്ചു പോയിരിക്കുന്നു. മാതൃഭൂമി ദിനപത്രത്തിന്റെ എഡിറ്റ് പേജിൽ മുൻ പത്രാധിപർ M. കേശവമേനോൻ എഴുതുന്നു, മോദിയുടെ രാഷ്ട്രീയം മുഴുവൻ അദ്ദേഹം തെറ്റുപറ്റാത്തവരും എല്ലാം അറിയുന്നവരുമാണെന്ന മിഥ്യാധാരണയെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. എന്നാൽ ആ ധാരണ യാഥാർത്ഥ്യമല്ല. അദ്ദേഹത്തിന്റെ അനുയായികൾ ഉന്നയിക്കുന്ന അതിരുകടന്ന അവകാശങ്ങളെ ന്യായീകരിക്കാൻ ആവശ്യമായ അനുഭവമോ അസാധാരണമായ പ്രതിഭയോ അദ്ദേഹത്തിനില്ല. ഈ മിഥ്യാഭിമാനം ഒരു പ്രധാന മേഖലയിൽ പോലും പൊളിഞ്ഞു തുടങ്ങിയാൽ മറ്റെല്ലാ അവകാശവാദങ്ങളും ചോദ്യം ചെയ്യപ്പെടാൻ തുടങ്ങും. ഒരു പ്രധാന ഗുണത്തിൽ ആളുകൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ മറ്റു ഗുണങ്ങളും അദ്ദേഹത്തിനുണ്ടെന്ന് അവർ കരുതും. എന്നാൽ വിശ്വാസവഞ്ചനയും അങ്ങനെ തന്നെ. അത് അതിവേഗം വിശ്വാസത്തെ തകർക്കും. അടിസ്ഥാനപരമായ മാറ്റത്തെക്കുറിച്ചുള്ള ധാരണ സമൂഹത്തിൽ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ലക്ഷണങ്ങൾ ഇതിനകം കാണാം. വിമത സ്വരങ്ങൾ ശക്തവും കൂടുതൽ കേൾക്കപ്പെടുന്നതുമായി കൊണ്ടിരിക്കുന്നു. മാധ്യമങ്ങളിലെ ചില വിഭാഗങ്ങൾ തങ്ങൾക്ക് അഭിസംബോധന ചെയ്യാൻ ഒരൊറ്റ പ്രക്ഷേപക വർഗം മാത്രമല്ലെന്ന് വീണ്ടും തിരിച്ചറിഞ്ഞിരിക്കുന്നു. ചക്രവർത്തിക്ക് വസ്ത്രമില്ല എന്ന് വിളിച്ചു പറഞ്ഞത് ഒരു കുട്ടി മാത്രമല്ല, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ്. മാതൃഭൂമിയിൽ ഒരു മുൻ പത്രാധിപർ ജന്തർ മന്തർ പ്രക്ഷോഭത്തിന്റെ വിശകലനമായി എഴുതിയ എഡിറ്റ് പേജ് ലേഖനമാണ് എന്ന് ഓർമ്മിച്ച് ഒരു വട്ടം കൂടി വായിക്കുക. എന്നിട്ട് നമ്മുടെ ജനാധിപത്യത്തിലേക്ക് ഇതാ നിർഭയ വിമർശനം തിരിച്ചെത്തിയിരിക്കുന്നു എന്ന വാക്യം ഓർക്കുക. സൗരവ് ദാസ് എന്ന ഇളമുറക്കാരൻ മുതൽ കേശവമേനോൻ എന്ന തലമുതിർന്ന മാധ്യമ പ്രവർത്തകൻ വരെ മോദിക്കെതിരെ അതിരൂക്ഷ വിമർശനം തൊടുക്കുന്നു.
മാതൃഭൂമി അത് വമ്പൻ പ്രാധാന്യത്തിൽ പ്രസിദ്ധീകരിക്കുന്നു. CJP പ്രക്ഷോഭത്തിന്റെ ബാക്കിപത്രം എത്ര വലുതാണെന്ന് നോക്കൂ. കേശവമേനോൻ വിമർശനം അവസാനിപ്പിച്ച അവസാന വാക്യം ചക്രവർത്തിക്ക് വസ്ത്രമില്ല എന്ന് വിളിച്ചു പറഞ്ഞത് ഒരു കുട്ടി മാത്രമല്ല, ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് എന്നാണെന്നതും ഓർമ്മിക്കാം. ഈ ഭയരാഹിത്യം സമരവിജയത്തിന്റെ ഫലമാണ്. സമരത്തെ നയിച്ച അഭിജിത് ദീപ്കെ ആവർത്തിച്ച് വിളിച്ച ആ മുദ്രാവാക്യം ഓർക്കുക: ഹിന്ദു മുസ്ലിം കി രാജ്നീതി, ഹിന്ദു മുസ്ലിം കി രാജ്നീതി നഹി ചലേഗി നഹി ചലേഗി. ഹിന്ദു മുസ്ലിം രാഷ്ട്രീയത്തിന്റെ കാലം കഴിഞ്ഞു. ഈ മണ്ണിൽ ഇനി അത് ചിലവാകില്ല. മോദി സെ കഹ്ന ചാഹ്താ ഹും സുബാ ഹോകെ ഹേ മാമു. നേരം വെളുത്തിരിക്കുന്നു. ഇനിയും ഈ കളി തുടരാൻ പറ്റില്ല. സമരനാളുകളിൽ കുട്ടികൾ ഉറക്കെ വിളിച്ച മുദ്രാവാക്യം ഓർക്കുക: ജബ് ജബ് മോദി ഡർത്താ ഹേ ഹിന്ദു മുസ്ലിം കർത്താ ഹേ. എന്തൊരു വലിയ തിരിച്ചറിവാണത്! ഭയപ്പെടുമ്പോഴൊക്കെ മോദി ഹിന്ദു മുസ്ലിം കാർഡിറക്കുമെന്ന്. നിങ്ങൾ നോക്കൂ, ഐഷി ഘോഷിനെ ആൾബലവും അധികാരവും നോക്കിയാൽ ചെറിയ സംഘടനയായ SFIയുടെ ആ നേതാവ്, JNUവിലെ പ്രക്ഷോഭക വേട്ടയാടപ്പെട്ട രീതി, ഡൽഹിയിൽ സമരത്തിനെത്തിയ അഭിജിത് ദീപ്കെയൊക്കൊപ്പം തോൾ ചേർന്ന് നിന്ന ഐഷിയും നേഹ ബോറയും തികച്ചും വിഭിന്നമായ നിലപാടുള്ള 3 സംഘടനകളാണ് മൂവരുടേത്. നേഹ CPI MLA ലിബറേഷന്റെ ഭാഗമായ ഐസിയുടെ നേതാവാണ്. SFIയുടെ എതിർചേരി പോലുമാണ്. പക്ഷേ ഇന്ത്യൻ ഫാഷിസത്തിനെതിരിൽ അവർക്ക് പലതരം വിയോജിപ്പുള്ള CJP തുറന്ന സമരമുഖത്ത് അതെല്ലാം മാറ്റിവെച്ച് അവർ നിലയുറപ്പിച്ചു. 2023 ഒരു സമരവുമായി ബന്ധപ്പെട്ട കേസിൽ പുറപ്പെടുവിക്കപ്പെട്ട വാറണ്ട് മറയാക്കി ഐഷിയെ വേട്ടയാടാൻ സംഘ പോലീസ് CPM അഖിലേന്ത്യാ കമ്മിറ്റി ഓഫീസിൽ വന്നതും ചെറുത്തുനിൽപ്പിനെ തുടർന്ന് തിരിച്ചു പോയതും ഓർക്കുക. പട്യാല കോടതി ഐഷിക്കെതിരായ വാറണ്ട് സ്റ്റേ ചെയ്യുകയും ചെയ്തു. ഭയത്തിന്റെ മേഘങ്ങൾ ഒഴിയുന്നത് കാണുന്നില്ലേ? നിങ്ങൾ ഓർക്കണം, ഈ പവർ സൃഷ്ടിച്ചത് ആസൂത്രിതമായാണ്. ദീർഘനാളത്തെ പദ്ധതിയായിരുന്നു. സംഘപരിവാരത്തിന് ഇന്ത്യ വാഴ്ച. ഒന്നാം മോദി സർക്കാരിന്റെ അരങ്ങേറ്റം മുതൽ ഭയത്തിന്റെ പലതരം വൈറസുകളെ അവർ പ്രയോഗിച്ചു. ED ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളെ അവർ വേട്ടപ്പട്ടികളാക്കി. UAPA പോലുള്ള മാരക നിയമങ്ങളെ അഴിച്ചുവിട്ടു. മോദി സർക്കാരിനെതിരെ വിമർശനം ഉയർത്തിയ ചെറുപ്പക്കാർക്ക് അറസ്റ്റിലായി. വിചാരണയില്ലാതെ വർഷങ്ങളായി അവർ തടങ്കലിൽ ആണ്. ആ യുവാക്കളെ അമ്മട്ടിൽ തടവിലിടുന്നത് ഒരു ഡോഗ് വിസിലാണ്. പ്രതിഷേധിക്കുന്ന മുഴുവൻ ആളുകൾക്കുമുള്ള മുന്നറിയിപ്പ്. ഗുജറാത്തിൽ നീതിക്കു വേണ്ടി നിലനിന്നു. മോദിക്കെതിരിൽ വിരൽ ചൂണ്ടി എന്ന ഒറ്റ കാര്യത്തിന് സഞ്ജീവ് ഭട്ടിനെ തടവറയിലാക്കി. വിസമ്മതത്തിന്റെ ശബ്ദങ്ങൾ തടവിലാക്കപ്പെട്ടു. ഗുജറാത്തിൽ നീതിക്കു വേണ്ടി നിലനിന്നു. മോദിക്കെതിരിൽ വിരൽ ചൂണ്ടി എന്ന ഒറ്റ കാര്യത്തിന് സഞ്ജീവ് ഭട്ടിനെ തടവറയിലാക്കി. വിസമ്മതത്തിന്റെ ശബ്ദങ്ങൾ തടവിലാക്കപ്പെട്ടു. വിസമ്മതിക്കുന്ന പ്രതിഷേധിക്കുന്ന ഒരാളെ തടവിലാക്കുക എന്നാൽ വരാനിരിക്കുന്ന വിസമ്മതങ്ങളെ ഭയപ്പെടുത്തുക എന്നുമാണ് അർത്ഥം. മുസ്ലിങ്ങളുടെ വീടുകൾ തേടി ബുൾഡോസറുകളെ അഴിച്ചുവിടുമ്പോൾ അതിനർത്ഥം ആ മുസ്ലിമിന്റെ വീട് തകർക്കുക എന്ന് മാത്രമല്ല, മുഴുവൻ മുസ്ലിങ്ങളുടെയും അഭിമാനവും ആത്മബലവും തകർക്കുക എന്നാണ്. അമ്മട്ടിൽ നിർമ്മിച്ച ഭയത്തിന്റെ അടിവേരുകളാണ് ജന്തർ മന്തർ സമരം തകർത്തിരിക്കുന്നത്. നരേന്ദ്രമോദി തോറ്റു എന്നത് ജനാധിപത്യത്തിന്റെ തിരിച്ചുവരവാണ്. CJP തുടങ്ങി വെക്കുകയും അതിശക്തമായി വിജയിക്കുകയും ചെയ്ത സമരത്തിന്റെ അനുരണനങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിൽ എങ്ങനെയൊക്കെയാവും ഇനി ദൃശ്യപ്പെടുക എന്ന ചോദ്യമായിരുന്നു നമ്മുടെ രണ്ടാമത്തെ പ്രമേയം. ഉത്തരം ലളിതമാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ജൈവിക സ്വഭാവമായ വിസമ്മതവും പ്രതിരോധവും പുനർജനിച്ചു എന്നതാണ്.
സമരസാധ്യതകളെ സമ്പൂർണമായി അടച്ചുകളയുന്നതായിരുന്നു 12 വർഷത്തെ BJP വാഴ്ച. പൗരത്വ പ്രക്ഷോഭം മുതൽ കർഷക സമരം വരെയുള്ള അത്യുജ്വലമെന്ന് രേഖപ്പെടേണ്ടിയിരുന്ന സമരങ്ങളെ അധികാരത്തിന്റെ വളവളപ്പൻ വഴികളിലൂടെ അമർച്ച ചെയ്യാനും തോൽപ്പിക്കാനും BJP സർക്കാരിന് കഴിഞ്ഞു. മൂന്നാം ഊഴത്തിൽ പാർലമെന്റിൽ ഉണ്ടായ അംഗബലപരമായ തിരിച്ചടി ആം ആദ്മിയെയും മറ്റും അടിയോടെ പിളർത്തി മറികടന്നു സംഘപരിവാരം. പ്രതിപക്ഷമെന്ന ജനാധിപത്യ അനിവാര്യതയെ പണക്കൊഴുപ്പിനാൽ തച്ചു തകർത്തു BJP. പ്രതിപക്ഷത്തെ മുൻനിര ശബ്ദങ്ങളെ പല മട്ടിൽ ഭീഷണി തുമ്പിൽ നിർത്തി. രാഹുൽ ഗാന്ധി കാലം തെറ്റിയും വളരെ വല്ലപ്പോഴും ഉയർത്തുന്ന വിസമ്മതത്തിനപ്പുറം പാർലമെന്റിൽ മുഴക്കങ്ങൾ തുലോം കുറവായിരുന്നു. പ്രതിഷേധിക്കാൻ ഒരുങ്ങിയപ്പോഴൊക്കെ കർക്കശമായി സ്പീക്കർ പ്രതിപക്ഷ അംഗങ്ങളെ ശിക്ഷിച്ചു. അംഗബലത്തിന്റെ അഴിഞ്ഞാട്ടം നടത്തി ഭരണപക്ഷം. ജന്തർ മന്തർ വിജയം പക്ഷേ പ്രതിപക്ഷത്തിന്റെ ആത്മവിശ്വാസത്തെ തിരിച്ചു കൊണ്ടുവന്നു. ധനസുമോദ് എഴുതുന്നു, BJPക്ക് ഓർക്കാപ്പുറത്തേറ്റ അടിയാണ് പ്രിയങ്ക ഗാന്ധിയുടെ ഇന്നത്തെ ലോക്സഭയിലെ പ്രസംഗം. ബലാത്സംഗ കേസിലെ പ്രതികളെ അനുകൂലിച്ച ഒരാളെ എങ്ങനെ വിദ്യാഭ്യാസ മന്ത്രിയാക്കുമെന്ന ചോദ്യം ട്രഷറി ബെഞ്ചിനെ ആദ്യം ഞെട്ടിച്ചു. 1 മിനിറ്റ് ധരിപ്പിനു ശേഷം പ്രഹ്ലാദ് ജോഷിയോട് മാപ്പ് പറയണമെന്നായി ആവശ്യം. എതിർപ്പുമായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു എണീറ്റതോടെ തെളിവ് തരാമെന്നായി പ്രിയങ്ക. ഗുജറാത്ത് കലാപത്തിൽ കൂട്ടബലാത്സംഗത്തിനിരയായ ബിൽക്കീസ് ബാനു കേസിലെ പ്രതികളെ മുൻകാലത്ത് ജോഷി അനുകൂലിച്ചു എന്നതായിരുന്നു പ്രിയങ്കയുടെ ആരോപണം. മന്ത്രി കേട്ടപാടെ നിഷേധിച്ചു. ഇതിനിടയിൽ രാഹുൽ ഗാന്ധി ഒരു പേപ്പർ പ്രിയങ്കക്ക് കൈമാറി. പ്രഹ്ലാദ് ജോഷി ബലാത്സംഗികൾക്ക് അനുകൂല പ്രസ്താവന നടത്തിയത് അച്ചടിച്ച തെളിവ് പ്രിയങ്ക ഉയർത്തി. പ്രിയങ്കയെ ഫ്രൈ ചെയ്യാൻ നിഷികാന്ത് ദുബെ അടുപ്പ് കൂട്ടുമ്പോഴേക്ക് കോൺഗ്രസിന്റെ ഇങ്ങനെയൊരു അപകടം മണത്ത സ്പീക്കർ സഭ ശാന്തമാക്കി. വാട്സപ്പ് യൂണിവേഴ്സിറ്റി ഡോക്യുമെന്റ് അല്ലെന്ന് തിരിച്ചറിഞ്ഞതോടെ പത്തി വിടർത്തിയവർ എസ്കേപ്പ് അടിച്ചു. പ്രഹ്ലാദ് ജോഷി ഒരു ഫിൽത്തി പേഴ്സൺ ആണെന്ന് രാഹുൽ ഗാന്ധി കൂടി പറഞ്ഞതോടെ ആ പണിയുടെ ചക്രം പൂർത്തിയായി. പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തടയാൻ കേന്ദ്ര സർക്കാർ നിയമിച്ച പുതിയ ടാസ്ക് ഫോഴ്സിൽ ഗോമൂത്ര എക്സ്പേർട്ട് ഉണ്ടെന്നായിരുന്നു പ്രിയങ്കയുടെ അടുത്ത പ്രഹരം. എന്തുവാടേ ഇതൊക്കെ എന്ന് കൈക്കൊണ്ട് ആംഗ്യം കാട്ടിയപ്പോൾ ചിരി മടിയനായ ഓം ബിർള പോലും കുലുങ്ങിച്ചിരിച്ചു. നോക്കൂ പാർലമെന്റിൽ മടങ്ങി വന്ന ആത്മവിശ്വാസത്തിന്റെ പ്രകാശനത്തെ. മറ്റൊന്നുകൂടി കേൾക്കൂ. CJP എന്ന സംവിധാനം BJP സർക്കാർ എന്ന മഹാമെരുവിനെ വിരൽ തുമ്പിൽ വിറപ്പിക്കുമ്പോൾ ശിരസ്സുയർത്തിയിരിക്കുന്ന ഒരാളുണ്ട്, ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ്. തൊഴിൽ മേഖലയിൽ സ്ഥാനം ലഭിക്കാത്തതും ജോലി കിട്ടാത്തവരുമായ ചില യുവജനങ്ങളുണ്ട്. അവർ പാറ്റകളെപ്പോലെയാണ്. അതിൽ ചിലർ മാധ്യമ പ്രവർത്തകരോ സാമൂഹിക മാധ്യമ വിവരാവകാശ പ്രവർത്തകരോ ആക്ടിവിസ്റ്റുകളോ ആയി എല്ലാവരെയും ആക്രമിച്ചു തുടങ്ങും. അവർക്കൊപ്പം അഭിഭാഷകർ ചേരരുത് എന്ന് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ വാചകത്തിൽ നിന്നാണല്ലോ സംഘപരിവാരത്തെ വിറപ്പിച്ച പാറ്റകളുടെ പിറവി. 2026 മെയ് 15 സീനിയർ പദവി ലഭിക്കാനായി ഒരു അഭിഭാഷകൻ നൽകിയ ഹർജി തള്ളിക്കൊണ്ടാണ് സൂര്യകാന്ത് ആ പരാമർശം നടത്തിയത്. തൊട്ടുപിറ്റേന്ന് എക്സിൽ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ അഭിജിത് ദീപ്കെ എന്ന യുവാവ് അക്കൗണ്ട് തുടങ്ങി. 2 ദിവസം കൊണ്ട് 20 ലക്ഷത്തോളം പേർ അംഗങ്ങളായി. അത് പിന്നീട് കുതിച്ചു. ഉപഹാസത്തിന്റെ പരകോടി ആയിരുന്നു പാർട്ടി. വനിതകൾക്ക് 50% സംവരണം. CJP അധികാരത്തിലെത്തിയാൽ വിരമിച്ച ചീഫ് ജസ്റ്റിസുമാർക്ക് രാജ്യസഭാ സീറ്റ് നൽകില്ല. അംബാനിയുടെയും അദാനിയുടെയും ഉടമസ്ഥതയിലുള്ള മാധ്യമങ്ങളുടെ ലൈസൻസ് റദ്ദു ചെയ്യും.
വോട്ട് നിഷേധിക്കപ്പെട്ടാൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ UAPA ചുമത്തി അറസ്റ്റ് ചെയ്യും. ഒരു പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിൽ ചേരുന്ന MP, MLA തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ നിന്ന് 20 വർഷത്തേക്ക് വിലക്കും തുടങ്ങി പലതുമുണ്ട് പ്രകടന പത്രികയിൽ. ജൻസി എന്ന് വിളിക്കപ്പെടുന്ന യുവാക്കൾ പാറ്റകളായി. പാറ്റകൾ ചരിത്രമെഴുതി. പല മട്ടിൽ വിമർശിക്കപ്പെടുന്ന ജുഡീഷ്യറിക്കേറ്റ ആഘാതവുമാണ് പാറ്റകൾ. രാഷ്ട്രീയ ഹിന്ദുത്വയുടെ ഏറ്റവും വലിയ യഥാർത്ഥ ഇരകളായ ദളിതരിൽ നിന്ന് ഒരാൾ. അഭിജിത്ത് പാറ്റകളുടെ നായകനായും അംബേദ്കറെ സമരമുഖമാക്കിയതും അതിലേറെ ആഘാതമായി. ഒരു സംവിധാനം എന്ന നിലയിൽ CJP ഇനി എന്തായിത്തീരുമെന്ന ചോദ്യത്തിന് ഉത്തരമില്ല. പക്ഷേ മനസ്സിലാക്കുന്നിടത്തോളം അതിൻ്റെ സംഘാടനം സെന്റർ റൈറ്റ് എന്ന് രാഷ്ട്രീയ ചിന്തകർ പറയുന്ന വിധത്തിലുള്ള ഒന്നാണ്. തരംഗമുണ്ടാക്കി പിന്മാറുന്ന ഒന്ന്. ആം ആദ്മി പാർട്ടിയുടെ പിറവിയിലേക്ക് നയിച്ച ഇന്ത്യ അഗെയിൻസ്റ്റ് കറപ്ഷൻ മുന്നേറ്റവുമായി പലതട്ടിൽ സാമ്യം ഉണ്ടെങ്കിലും CJP ഒരു രാഷ്ട്രീയ മുന്നേറ്റമായി വികസിക്കാൻ സാധ്യത കുറവാണ്. വികസിച്ചാലും വിജയ സാധ്യതയും കുറവാണ്. കെജ്രിവാൾ പോലെ ഒരു ഘടകം അതിനില്ല. ആം ആദ്മിയുടെ തുടക്കത്തിൽ ഒപ്പമുണ്ടായിരുന്നയാളാണ് അഭിജിത്ത് എന്നതും ഓർക്കുക. മുറിവേറ്റ സംഘപരിവാരം വെറുതെ ഇരിക്കില്ല. ഇപ്പോൾ ആരംഭിച്ച വേട്ട അവർ തുടരും. പകയോടെ കുട്ടികളെ കർഷക്കും. അവരുടെ ജനസ് അതാണ്. സമരഭൂമിയിൽ ഭക്ഷണം വിളമ്പാൻ എത്തിയ ജുനൈദിനെ ഭരണകൂടം ചെയ്തത് ഓർക്കുക. പക്ഷേ ഒന്നുണ്ട്, ഐതിഹാസികമായ മുന്നേറ്റം ഇന്ത്യൻ ജനാധിപത്യത്തെ പുനരുജ്ജീവിപ്പിച്ച ഒന്നാണ്, വെളിച്ചം നൽകിയ ഒന്നാണ്. അത് കെടാതെ സൂക്ഷിക്കാൻ നമുക്ക് ചരിത്രപരമായ ബാധ്യതയുണ്ട്.